എല്ലാ വർഷവും ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കുന്നത് ലിവിങ് റൂമിലായതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയിൽ വന്ന ആൾ ചെറുതായിട്ടൊന്ന് ഞെട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്രാവശ്യത്തെ സർപ്രൈസ് ഞാൻ ഒന്ന് ബാൽക്കണിയിലേക്ക് മാറ്റി. ഞാൻ ബാൽക്കണി മൊത്തം അങ്ങനെ സെറ്റ് ചെയ്തു. പിന്നെ ടേബിളൊക്കെ വെച്ച് അവിടെ കേക്കും കപ്പ് കേക്കും ചോക്ലേറ്റും ജ്യൂസും ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തു. ഓൾറെഡി ഞാനൊരു പ്രീ ബർത്ത്ഡേ ഗിഫ്റ്റ് ഷൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതോടുകൂടി കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ വീണ്ടും 2 ഷൂസ് ആൽഡോൻ്റെ വാങ്ങിച്ചു. സന്തോഷമുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ ഷൂസ് വാങ്ങിച്ച് കൂട്ടിയേണ്ട ഒരു വിഷമമുണ്ട്. അപ്പോൾ എന്തിനാ ഇങ്ങനെ ഇത്രയും ഷൂസ് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആൽഡോയിൽ കയറിയിട്ട് ഷൂസ് നോക്കിയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഇഷ്ടമാണെന്ന് എനിക്കറിയായിരുന്നു. വെറുതെ മാറ്റി മാറ്റി ഇടാമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് കട്ടിങ് ആരംഭിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ റൂത്ത് ബേബി വന്നിട്ട് കൈയിട്ട് വാരി അവക്കും എല്ലാത്തിനകത്തും കയറണം. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇച്ചാന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു രീതിയിൽ ബെഡിൻ്റെ രീതിയിൽ ഇവിടെ ബാൽക്കണി സെറ്റ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയ ബർത്ത്ഡേ സ്പെഷ്യൽ ഒരു ചെറിയ ലവ് ലെറ്ററും കൂടെ കൊടുത്തിട്ട് അവസാനിപ്പിച്ചു.